കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1996 കാലിഫോർണിയയിലെ ഒരു ഇടത്തരം പട്ടണമാണ് ലിറ്റിൽ റോക്ക്. നല്ല ചൂടുള്ള, നല്ല വരണ്ട കാലാവസ്ഥയുള്ള കാലിഫോർണിയയുടെ ഒരു ഓഗസ്റ്റ് മാസം. ആ ഓഗസ്റ്റ് മാസത്തിൽ ആളുകൾ അങ്ങനെ അധികം പുറത്തൊന്നും ഇറങ്ങുന്നില്ല, ജോലിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെയാണ് അവിടേക്ക് 5 മാസം മുൻപ് താമസം മാറി വന്ന ഒരു വീട്ടുടമസ്ഥൻ. ആ വെയിലൊന്ന് കുറഞ്ഞപ്പോൾ ഒരു സിഗരറ്റൊക്കെ ഒന്ന് പുകച്ച് പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കാൻ വേണ്ടി അയാൾ ആ വീടിന്റെ താൻ വാങ്ങിയ പുതിയ ഒരു 5 മാസമായിട്ടേ ഉള്ളൂ ആ വീടിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണണം. ഇതുവരെയായിട്ടും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് ആ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം. ആ പരിസരങ്ങളൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ വൃത്തിയാക്കണം എന്ന് കരുതി ഒരു സിഗരറ്റൊക്കെ വലിച്ച് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഒരു ഭാഗത്തായി ഒരു മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് കുറെ കരിയിലകൾ കിടക്കുന്ന ഒരു സ്ഥലം. എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം, അവിടെ ആ മരച്ചില്ലകളൊക്കെ ഒന്ന് എടുത്തു മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തേക്കാം എന്ന് കരുതി ആ വീട്ടുടമസ്ഥൻ പതുക്കെ അങ്ങോട്ട് നീങ്ങുന്നു. അവിടെ നോക്കും. അങ്ങനെ നടക്കുന്നതിനിടയിൽ അയാൾക്ക് പെട്ടെന്നാണ് ഈ കാല് നടക്കുന്നതിനിടയിൽ ഒന്ന് പതിഞ്ഞു പോകുന്നത് പോലെ തോന്നി. അപ്പോൾ അയാൾ കരുതി ഇവിടെ എന്തെങ്കിലും കാലിഫോർണിയ ആണ്, പണ്ട് ഗോൾഡ് റഷിന്റെ കാലത്തൊക്കെ വല്ലവരും വല്ല സ്വർണമൊക്കെ കുഴിച്ചിട്ടിരിക്കാം, അപ്പോ വല്ലതുമായിരിക്കും, കുഴിച്ചിട്ട സ്ഥലമാണെങ്കിലും ഒന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞ ആ കരിയിലേക്ക് ഒന്ന് മാറ്റി നോക്കുമ്പോൾ അവിടെ ഒരു തകരത്തിന്റെ ഷീറ്റ് ഇട്ട ഒരു സ്ഥലം. അയാൾ ഉറപ്പിക്കുന്നു എന്തായാലും ഇതിനിടയിൽ എന്തെങ്കിലും ഉണ്ടാകും. ആ തകർ ഷീറ്റൊക്കെ എടുത്ത് മാറ്റിവെച്ച് അയാൾ ആ ഒരു വലിയ ഒരു കുഴി കാണുന്നു. ആ കുഴിയിലേക്ക് അയാൾ വേറൊന്നും നോക്കിയില്ല, നിധി കിട്ടുകയാണ് എന്ന സന്തോഷത്തോടു കൂടി ചാഴേറുന്നു. അതിനുള്ളിൽ ഒന്ന് നോക്കുമ്പോഴാണ് വലിയ ഒരു ബാഗ് പോലെ എന്തോ കിടക്കുന്നു. അയാൾ ഉറപ്പിച്ചു അത് വലിയ ഒരു ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് ഒരു വലിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ കൂട് പോലെ തോന്നിക്കുന്ന ഒരു വലിയ വസ്തു. അയാൾ ഉറപ്പിച്ചു എന്തായാലും എന്തോ ഒരു നിധി തന്നെയാണ്. അയാൾ പോകുന്നു. അത് നല്ല കനമുണ്ട് എടുക്കാൻ വേണ്ടി. അയാൾ വളരെ കഷ്ടപ്പെട്ട് ആ കനമൊക്കെ എടുത്ത് അയാൾ ആ പതുക്കെ ആ മറ്റേ ബിൽഡിംഗ് ആ കുഴിയുടെ മേലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഒരു പിറ്റുണ്ട്, ആ പിറ്റിന്റെ മേലേക്ക് ഇയാൾ എങ്ങനെയോ വലിച്ചു കയറ്റും. അയാൾ അവിടെ വലിച്ചു കയറ്റി അയാൾ തന്റെ വിയർപ്പൊക്കെ തുടച്ച് അയാൾ ആ കെട്ടുകളെല്ലാം അഴിച്ച് തുടങ്ങുകയാണ്. അങ്ങനെ അഴിച്ചു തുടങ്ങി അയാൾ പെട്ടെന്ന് തന്നെ ഒരു വസ്തു കണ്ട് അയാൾ പേടിച്ച് ഞെട്ടോ. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു അസ്ഥികൂടമായിരുന്നു. ഒരു അസ്ഥികൂടം. അയാൾ പരിഭ്രാന്തനായി അയാൾ അവിടെ നിന്നും എണീറ്റ് ഒരു ഓട്ടമായിരുന്നു. അയാൾ നേരെ പോയി പോലീസിലെ 911ലേക്ക് കോൾ ചെയ്തു. ഞാനിങ്ങനെ എൻ്റെ പുരയിടത്തിൽ നിന്നും ഒരു അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നു, എൻ്റെ പുറകുവശത്തുള്ള ഒരു കുഴിയിൽ നിന്നും ഒരു അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആർത്തരച്ചുകൊണ്ട് അയാൾ പോലീസിനെ വിളിക്കുക. പോലീസ് വരുന്നു. കാര്യങ്ങളെല്ലാം അവിടെ പരിസരത്തുള്ള ആളുകളെല്ലാം ഇതറിഞ്ഞ് ഓടിക്കൂടിയിരുന്നു. എന്താണ് കാര്യങ്ങളെന്ന് ആർക്കും മനസ്സിലായില്ല. കാരണം ഇതുവരെ സമാധാനപരമായി നടന്നിരുന്ന ഒരു ഇടത്തരം പട്ടണം പെട്ടെന്ന് തന്നെ ഒരു കുപ്രസിദ്ധിയിലേക്ക് പോകുന്ന ഒരു കാര്യം. പോലീസ് എത്തി ആ മൃതദേഹം ആ മൃതദേഹ അവശിഷ്ടം അങ്ങനെ പറയുന്നതായിരിക്കും. കാരണം ആ മൃതദേഹത്തിലെ എല്ലാ മാംസഭാഗങ്ങളും ദ്രവിച്ചു തുടങ്ങി. അവിടെ അസ്ഥികൂടം മാത്രം അവശേഷിക്കുന്ന ഒരു രൂപം. അങ്ങനെ ആ ഒരു പോലീസുകാരെല്ലാവരും എത്തി. ആ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് അടുത്ത കാലത്ത് നടന്ന കൊലപാതകമല്ല. ഇത് എന്തായാലും തെളിയിക്കാൻ വേണ്ടി ഫോറൻസിക്കിൽ നിന്നും ഒരു സ്പെഷ്യൽ എക്സ്പേർട്ടിനെ തന്നെ ഇറക്കേണ്ടിയിരുന്നു. അങ്ങനെ ഒരു സ്പെഷ്യൽ എക്സ്പേർട്ടിനെ ഇവർ കാത്തുനിന്ന് കൊണ്ടുവരുന്നു. അവർ ആ സ്പെഷ്യൽ എക്സ്പേർട്ട് ഇവിടെ എത്തുമ്പോൾ ഈ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ ഏകദേശം രൂപമാറ്റം വന്ന സ്ഥിതിയിലേക്ക് വന്നു. അസ്ഥികൂടങ്ങൾ വരെ രൂപമാറ്റം വരുന്ന അത്രയും ചൂടും ആ ഒരു കെട്ടിപ്പൊതിഞ്ഞ ആ ഒരു കയറുകൾ, ആ ഒരു പ്ലാസ്റ്റിക്കിന്റെയും ആ ഒരു കാർപ്പറ്റിന്റെയും എല്ലാം പ്രഷർ കൊണ്ട് തന്നെ ഇതെല്ലാം ഡീഫോം ആയി തുടങ്ങി. പക്ഷെ ഒരു കാര്യം ഈ വന്ന ഫോറൻസിക് എക്സ്പേർട്ട് അപ്പോൾ തന്നെ പറഞ്ഞു, ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് തലയോട്ടിയുടെ സ്കള്ളിന്റെ ഭാഗത്തായി 2-3 ഹോളുകൾ കാണുന്നുണ്ട്. അതായത് അതിനർത്ഥം ഏതോ വലിയ കനമുള്ള വസ്തു ചുറ്റുകയോ അല്ലെങ്കിൽ പൈപ്പറഞ്ചോ അങ്ങനെ എന്തോ വെച്ച് തലയ്ക്ക് വളരെ ആഘാതത്തിൽ അടികൊണ്ട് ഉണ്ടായ ഒരു ഹോളുകളാണ് ഈ ഹോളുകളെല്ലാം. അങ്ങനെ ആ ഫോറൻസിക് എക്സ്പേർട്ട് കൂടുതലായി ആ പിറ്റ് കുഴിച്ചു നോക്കാൻ വേണ്ടി പറയുന്നു. അപ്പോഴും ഇവരെ സംശയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പിറ്റ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം.
അങ്ങനെ കൂടുതൽ തോണ്ടുന്നതിനിടയിലാണ് ആ പിറ്റിലേക്ക്, അതായത് ആ കുഴിയിലേക്ക് ചില പൈപ്പുകൾ വരുന്നത് കാണും. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പിറ്റ് എന്ന് പറയുന്നത് പഴയ സെപ്റ്റി ടാങ്ക് ആയിരുന്നു. ഇപ്പോൾ അത് ഉപയോഗശൂന്യമായിരുന്നു. പക്ഷേ അതിലേക്ക് പണ്ട് പൈപ്പുകൾ വന്നിരുന്നതിന്റെ ലക്ഷണങ്ങളെല്ലാം. അപ്പോൾ ഇത് ഉപയോഗിക്കാതിരുന്ന ഒരു പഴയ സെപ്റ്റി ടാങ്കാണ്. ആരോ മനഃപൂർവ്വം കൊന്ന്, ആ സെപ്റ്റി ടാങ്ക് അവിടെ ഉണ്ട് എന്നറിയാവുന്ന ഒരു വ്യക്തി കൊന്ന് അതിനുള്ളിലേക്ക് ഒരു മൃതദേഹം. പെട്ടെന്നാണ് അവിടെ കുഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞത്, ഇത് ഒരു മൃതദേഹമല്ല, ഇതിൽ നിന്നും വേറെയും ചില മൃതദേഹങ്ങൾ, അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട്. നോക്കുമ്പോൾ എല്ലാം ചെറിയ ചെറിയ അസ്ഥികൾ. അപ്പോൾ തന്നെ അവിടെയുള്ള പോലീസുകാർ ഉറപ്പിച്ചു, ഇതൊരു ചെറിയ കുട്ടിയുടെ കൂടെ മൃതദേഹമായിരിക്കും. അതായത് ഒരു ഒരു അസ്ഥികൂടം ലഭിക്കുന്നു, അതിനോട് കൂടെ ഒരു വലിയ ആളുടെ അസ്ഥികൂടവും അതിൻ്റെ കൂടെ ചെറിയ കുട്ടിയുടെ അസ്ഥികൂടം. അപ്പോഴേക്കും ഫോറൻസിക് സർജൻ ഈ ഒരു അസ്ഥികൂടം നന്നായി പരിശോധിച്ചിരുന്നു. അപ്പോഴാണ് അതിന്റെ പെൽവിക് ബോണുകളുടെ വലിപ്പം അനുസരിച്ച് ആൺ പെൺ വ്യത്യാസം എല്ലാ ബോഡിയിലും ഉണ്ടാകാറുണ്ട്. അങ്ങനെ പെൽവിക് ബോണിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു സ്ത്രീയാണ്. ഏകദേശം ഒരു 35-നും 55-നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ ആയിരിക്കാം ഈ കൊല്ലപ്പെട്ടത് എന്ന് തിരിച്ചറിയും. അപ്പോഴേക്കും ഈ കുട്ടിയുടെ അസ്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുഴിച്ചിരുന്ന ആളുകൾ ഇത് എടുത്തുകൊണ്ടുവരുന്നു. കൂടുതൽ കൂടുതൽ കുഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് പിന്നീട് ഈ കഥയുടെ ട്വിസ്റ്റ് തെളിയുന്നത്. അതൊരു നായയുടെ അസ്ഥിയായിരുന്നു. ആ നായയുടെ ഇതിന്റെ കൂടെ മരണപ്പെട്ട ഒരു നായയുടെ അസ്ഥി. ആ പിറ്റിൽ നിന്നും പിന്നീട് കണ്ടെടുത്തത് ഒരു സ്റ്റീലിന്റെ ഒരു ബെൻഡ് ചെയ്ത ഒരു ഉപകരണം. അതിന്റെ തൊട്ടടുത്തായി 2 ടയറുകൾ പോലെ തോന്നിക്കുന്ന 2 വസ്തുക്കൾ. പിന്നീട് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു വലിയ ഇരുമ്പിന്റെ ഒരു കമ്പി, അത് ചുറ്റി വളച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അവിടുത്തെ ഡിറ്റക്റ്റീവ് ആയിരുന്ന മാർട്ടിൻ ഇത് എങ്ങനെയും ഇത് അന്വേഷിച്ച് തെളിയിക്കും. തന്റെ ഈ കൗണ്ടിയിലുള്ള ആദ്യത്തെ ഇതുപോലെയുള്ള ഒരു കൊലപാതകം, തന്റെ കയ്യിൽ വരുന്ന ഒരു കൊലപാതകം ഞാൻ എന്തായാലും തെളിയിച്ചിരിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കും. മാർട്ടിന്റെ അന്വേഷണം എന്തായാലും ഇതൊരു നായ കൂടെയുണ്ടല്ലോ, അപ്പോൾ ഈ അന്വേഷണത്തിന് കുറച്ചുകൂടി ഇതിനെ ഉത്തേജനമേൽക്കും എന്ന് ആ മാർട്ടിന് മനസ്സിലായി. അങ്ങനെ ആ ഡിറ്റക്റ്റീവ് അന്വേഷണം ആരംഭിക്കുകയാണ്. അവിടെ തൊട്ടടുത്തുള്ള ആളുകളോടെല്ലാം ചോദിക്കുന്നു, നിങ്ങൾ ഒരു നായയും ഒരു സ്ത്രീയെയും ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെയുള്ള ആളുകൾ ആരും തന്നെ അങ്ങനെ ഒരു നായയും സ്ത്രീയെയും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷേ 3 കൊല്ലം പുറകിലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ ഇവിടെ ഒരു നായയും കൊണ്ട് പോകാറുണ്ട്. അത് ഏകദേശം എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ എന്തായാലും ആ നായയ്ക്ക് കാലിന് പുറകിലെ 2 കാലുകൾക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ പാരലൈസ് ചെയ്തതുകൊണ്ട് ആ നായയ്ക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു വീൽ ചെയർ ഉണ്ടായിരുന്നു. ആ വീൽ ചെയറിന്റെ ഭാഗങ്ങളാണ് ഈ കിട്ടിയത്. അപ്പോൾ ഇത് ഒരിക്കലും കൊല്ലാൻ ഉപയോഗിച്ച വസ്തുവല്ല. ഈ കിട്ടിയ ആ സ്റ്റീലിന്റെ 2 വീലുകളോട് കൂടി ചേർന്ന ആ വസ്തു ആ നായയുടെ നടക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ്. എന്തായാലും ഡിറ്റക്റ്റീവിന് ഒരു കാര്യം മനസ്സിലായി, അന്വേഷണം ഇനി എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. കാരണം അത്തരത്തിലുള്ള വീൽ ചെയറുള്ള നായകൾ വളരെ കുറവായതിനാൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകും. കാരണം ഈ നായയാണ് ഇതിലെ കുറുപ്പ് ചീട്ട്. ആ നായയുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക എന്നതായി അടുത്ത പരിപാടി. അങ്ങനെ നോക്കുമ്പോൾ ആ ലിറ്റിൽ റോക്ക് എന്ന് പറഞ്ഞ ആ പട്ടണത്തിൽ ഒരു ഭാഗത്തായി ഒരു ചെറിയ വെറ്റിനറി ക്ലിനിക് ഉണ്ട്. അവിടെ പോയി അന്വേഷിക്കുന്ന സമയത്താണ് ഈ 1996 ആയതുകൊണ്ട് തന്നെ അവിടെയെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ചില ബുക്കുകളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന വെറ്റിനറി ഡോക്ടർക്ക് ഈ ആളെ വ്യക്തമായി. പക്ഷെ അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു നായയെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. ഈ നായയുടെ ഒരു വീൽ ചെയറിലായിരുന്നു ഈ നായ വന്നിരുന്നത്. ഈ നായയുടെ ഉടമസ്ഥനുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ പേരുകൾ, കൃത്യമായ പേരും അഡ്രസ്സും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മളുടെ ലെഡ്ജറിൽ എന്തായാലും അത് ഉണ്ടാകും എന്ന് പറയുന്നു. അവരത് പോയി അന്വേഷിക്കാൻ ആ ബുക്കുകൾ എല്ലാം തുറന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുന്നു. ആദ്യമായി ആ പേര് ഈ അന്വേഷണത്തിന്റെ ഇടവേളയിലേക്ക് പുറത്തേക്ക് വരുന്നു. ബാർബറ വെസ്റ്റൺ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. പക്ഷേ ഇനി ആ ബാർബറ വെസ്റ്റൺ എന്ന് പറഞ്ഞ പേരിലുള്ള വ്യക്തിയെ കണ്ടെത്തുക എന്നതാണ് അടുത്ത ഘട്ടം. എന്തായാലും അത്തരത്തിൽ ഒരു പേരിലുള്ള ഒരു വ്യക്തിയുടെ മിസ്സിംഗ് കേസ് ആ ഭാഗത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നായിരുന്നു അടുത്ത അന്വേഷണം. അങ്ങനെ എനിക്ക് അന്വേഷണം ചെന്നെത്തുന്നത് തൊട്ടടുത്ത ഒക്ലഹോമയിലുള്ള ഒരു സ്ത്രീ 3 കൊല്ലം മുൻപ് 1993 തന്റെ വീട്ടിലേക്കുള്ള മടക്കത്തിനിടയിൽ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ പെൺമക്കൾ ഒരു പരാതി നൽകിയിരുന്നു.
അങ്ങനെ ആ പെൺമക്കളുടെ അടുത്തേക്ക് ഈ ഡിറ്റക്റ്റീവ് മാർട്ടിൻ എത്തും. ആ ഡിറ്റക്റ്റീവ് മാർട്ടിൻ ചോദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറയുന്നത്, ഞാൻ സ്ഥിരമായി ഈ കേസിന് പിന്നാലെ നടന്നിരുന്നു. ഒരു ദിവസം ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു, ആ സ്ത്രീ വേറൊരു വിവാഹം കഴിച്ച് മാറിപ്പോയി, ഇനി നിങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് 1 കൊല്ലത്തിന് ശേഷം അന്വേഷണം ഞാൻ അവസാനിച്ചത്. ഇപ്പോഴും ഞാൻ എൻ്റെ അമ്മയെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെപ്പോഴെങ്കിലും തിരിച്ചു വരും, ഞങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തായാലും മാർട്ടിൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ആ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും വാങ്ങി ആ പോലീസ് സ്റ്റേഷനിലെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങി വരുന്നു. അപ്പോൾ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി. അന്ന് 1993 ഒക്കലാഹോമയിലേക്ക് പോന്ന സ്ത്രീ ആയിരിക്കാം ഇത്. എന്തായാലും അത് കൺഫേം ചെയ്യണം. അതിനു മുൻപായി ഇതുമായി ചില റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഡിറ്റക്റ്റീവ് മാർട്ടിൻ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇറങ്ങും. അതിന് ആദ്യ ഭർത്താവാണോ കൊന്നത് എന്നായിരുന്നു ആദ്യം അറിയേണ്ട കാര്യം. ആദ്യ ഭർത്താവല്ല എങ്കിൽ പിന്നീട് ആരായിരിക്കും? ആ രണ്ടാമതുണ്ടായിരുന്ന ഒരു യുവാവുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ഈ പെൺകുട്ടികളുടെ വാക്കിൽ നിന്ന് ലഭിക്കുന്ന അയാളെ അന്വേഷിച്ചു പോകുന്നു. അയാളുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി ഈ മാർട്ടിൻ വീണ്ടും ആ പെൺകുട്ടികളോട് സംസാരിക്കും. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. വളരെ ടോക്സിക് ആയി വിവാഹത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ പിരിഞ്ഞ രണ്ടുപേരായിരുന്നു ഈ ബാർബറയും ആ സ്റ്റീവൻ സ്റ്റെയിൻ എന്ന് പറയുന്ന ആ വ്യക്തി വളരെ ടോക്സിക് ആയിരുന്നു എന്നാണ് ഈ പെൺകുട്ടികൾ പറയുന്നത്. ഈ ഒരു സ്ത്രീ ആകട്ടെ വളരെയധികം എനർജറ്റിക് ആയി ഊർജ്ജസ്വലയായി നടക്കുന്ന, എല്ലാവരോടും എല്ലാ കാര്യങ്ങളും വളരെ മൃദുവായി സംസാരിക്കുന്ന ഒരു സ്ത്രീ. അങ്ങനെ അന്വേഷണം കൂടുതൽ എത്തുമ്പോൾ ഈ സ്റ്റീവിനെ കണ്ടെത്തുക, സ്റ്റീവിന്റെ യാതൊരു ഫോട്ടോയോ മറ്റൊരു വിവരങ്ങളോ ഒന്നും ആർക്കും അവൈലബിൾ അല്ല. എന്തായാലും മാർട്ടിൻ ഈ ലിറ്റിൽ റോക്കിലേക്ക് തിരിച്ചെത്തി. ഇനി ആരായിരിക്കും ഈ വീട്ടുടമസ്ഥന് മുൻപ് ആ വീട് ഉപയോഗിച്ചിരുന്നത് എന്നറിയണം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ, അതായത് ഇത് വിൽപ്പന നടത്തിയ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇത് മെർവിൻ ഫാമിലി എന്ന ഫാമിലിയുടേതായിരുന്നു ഈ ബിൽഡിങ്ങുകൾ. അങ്ങനെ ഈ ബിൽഡിങ്ങുകൾ വിറ്റതിന് ശേഷമാണ് ഇപ്പോഴുള്ള വീട്ടുടമസ്ഥന് കൈമാറിയത്. അങ്ങനെ മെർവിൻ ഫാമിലിയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് മെർവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിൽ താമസിച്ചിരുന്നത് തൻ്റെ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ പേരാണ് സ്റ്റീവ്. വീണ്ടും ഈ സ്റ്റീവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ആ സ്റ്റീവാണ് അന്ന് ബാർബറ വെസ്റ്റണുമായി ബന്ധമുണ്ടായിരുന്ന സ്റ്റീവ് എന്ന് പറയുന്നത്. ആ സ്റ്റീവിനെ എവിടെ പോയാൽ അന്വേഷിക്കാമെന്ന് ചോദിക്കുന്ന സമയത്ത് പഴയ മുൻ ഭർത്താവിന്റെ വീട്ടിലാണ് ഇപ്പോൾ ആ സ്റ്റീവ് സ്റ്റെയിൻ താമസിക്കുന്നത്. സ്റ്റീവ് സ്റ്റെയിനിന്റെ വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ സ്റ്റീവിനെ കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. അയാളുടെ പിതാവുമായി സംസാരിച്ചപ്പോൾ അയാൾ ഒരു മലയിലേക്ക് ട്രക്കിങ്ങിന് പോയതാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഏകദേശം 2 ദിവസം മുൻപാണ് പോയത് എന്നും പറയുന്നു. അപ്പോൾ ഒരു കാര്യം ഈ പോലീസുകാരൻ ഉറപ്പിക്കുന്നു, ആരെങ്കിലും നമ്മുടെ വിവരങ്ങൾ ചോർത്തിയിരിക്കാം, അതുകൊണ്ട് ഇയാൾ മുങ്ങിയതായിരിക്കാം. എന്തായാലും മറ്റുള്ള പോലീസുകാരെ വിളിച്ച് ഇയാളെ അന്വേഷിക്കാനുള്ള ഏർപ്പാട് നടത്തുന്നതിനിടയിൽ ഏകദേശം ഒരു 6 അടി 7 അടി ഉയരം ഉള്ള ഒരു അജാനബാഹുവായ ഒരു വ്യക്തി കടന്നു വരുന്നു. അപ്പോൾ ആ വീട്ടിന്റെ ഉടമസ്ഥനായ ഈ സ്റ്റീവിന്റെ പിതാവ് പറയുന്നു, ആ വരുന്നതാണ് സ്റ്റീവ് സ്റ്റെയിൻ. അപ്പോൾ തന്നെ ഈ പോലീസുകാരൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഇവിടെ എന്തായാലും അയാൾ തന്നെ ആക്രമിക്കും. എന്തായാലും കൈകൾ തോക്കിന്റെ പിടിയിൽ അമർത്തിക്കൊണ്ട് അയാൾ ഇപ്പോൾ തന്നെ ആക്രമിക്കും. ആ ആചാരബാഹുവായ മനുഷ്യൻ തന്നെ ഇപ്പോൾ ആക്രമിക്കുമെന്ന രീതിയിൽ തന്നെ ഈ പോലീസുകാരൻ, ഈ ഡിറ്റക്റ്റീവ് നിൽക്കുകയാണ്. പക്ഷെ അടുത്തു വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ആ ആചാരബാഹുവായ വ്യക്തി പറയുന്നു, താങ്കൾ എന്താണ് വന്നത്, അല്ലെങ്കിൽ എന്തിനാണ് വന്നത്, എന്താണ് കാര്യം? വളരെ മൃദുവായി സംസാരിക്കുന്ന ഒരു ആചാരബാഹു. ആ കണ്ട രൂപം മാത്രമേ ഉള്ളൂ, സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം വളരെ മാന്യമായി തോന്നിച്ച ഒരു വ്യക്തി. എന്തായാലും ചോദ്യം ചെയ്യലിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ആ സ്റ്റീവിനെ ഇയാൾ വളരെ കൃത്യമായി ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ ഇയാൾ ഒരു കാര്യം പറയുന്നു, ഈ ബാർബറ വെസ്റ്റണുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ ബാർബറ വെസ്റ്റൺ വളരെ നല്ല സ്ത്രീയായിരുന്നു. പക്ഷേ മദ്യപിക്കുന്നത് വരെ മാത്രമേ ആ സ്ത്രീക്ക് വളരെ നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. മദ്യപിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്നായിരുന്നു ഈ സ്റ്റീവൻ പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ താൻ ഒരു ദിവസം ഈ സ്ത്രീ ഒക്ലഹോമയിലേക്ക് പോകുന്നതിനിടയിൽ തൻ്റെ വീട്ടിൽ വരും. തൻ്റെ വീട്ടിൽ വന്ന് ആ ഒരു
മദ്യപിച്ചതിന് ശേഷം തനിക്ക് കൂടുതലായിട്ട് ബിയറുകൾ വേണം എന്ന് ആവശ്യപ്പെടും. ബിയറുകൾ പുറത്തു പോയി വാങ്ങിക്കൊണ്ടുവന്ന ഈ സ്റ്റീവൻ ആ ബിയറുകൾ നൽകുമ്പോൾ ഈ ബിയർ ഏതോ ലോക്കൽ ബ്രാൻഡ് ബിയറാണ്, തനിക്കിത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് കലശലാകും. ഉടനെ തന്നെ ഈ വഴക്ക് സഹിക്കാൻ വയ്യാതെ ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പ് റെഞ്ച് എടുത്ത് ഈ ബാർബറയുടെ തലയിൽ അടിക്കും. എന്തായാലും ഈ മരണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പട്ടി എവിടെ കിടന്ന് വളരെയധികം കുറയ്ക്കുന്നു. ഈ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈപ്പ് റെഞ്ച് എടുത്ത് ഈ പട്ടിയെ എറിഞ്ഞെങ്കിലും പട്ടിക്ക് ഏറുകൊണ്ട് താഴെ വീണെങ്കിലും അത് വീണ്ടും വീണ്ടും കുറച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഒരു ഇരുമ്പിന്റെ കമ്പി കൊണ്ട് അതിന്റെ കഴുത്ത് വരിഞ്ഞ് ഞെറുക്കി മുറുക്കിക്കൊണ്ടാണ് ആ പട്ടിയെയും കൊല്ലും. രണ്ടിനെയും ഒരു കാർപ്പറ്റിൽ പൊതിഞ്ഞ് ആ സ്ത്രീയുടെ ജഡവും ആ പട്ടിയുടെ ജഡവും എടുത്ത് ആ ഒരു പിറ്റിലേക്ക് കൊണ്ടുപോയിടും. ആ പിറ്റ് മൂടിയിട്ട് പിന്നീട് അതെല്ലാം മറന്നുകൊണ്ട് ജീവിക്കുന്നതിനിടയിലാണ് ഇത് കണ്ടെത്തുന്നതും ഇത് പിന്നീട് തെളിയിക്കപ്പെടുന്നതും.